റവന്യൂ ടവറിന്റെ ശോചനാവസ്ഥയെ പറ്റി നമ്മുടെ അഡ്വക്കേറ്റ് വിവിധ ബാബു ഇവിടെ ഉണ്ട്. മാഡം നമ്മളോട് സംസാരിക്കുന്നതായിരിക്കും. റവന്യൂ ടവറിന്റെ ശോചനാവസ്ഥ നിങ്ങൾ കയറി വന്നപ്പോൾ തന്നെ അത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. കാരണം ഇവിടത്തെ ലിഫ്റ്റിന്റെ ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ കഴിഞ്ഞ ഒരു 6 മാസം മുമ്പ് വരെ ഒരു ലിഫ്റ്റ് പോലും വർക്കിംഗ് അല്ലായിരുന്നു. ഇവിടെ ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ആൾക്കാർ വരെ റവന്യൂ ടവറിൽ വരുന്നത് വളരെ ബുദ്ധിമുട്ടിയാണ്. ഇവിടെ സർക്കാർ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നതുകൊണ്ട് തന്നെ ഒരുപാട് ബുദ്ധിമുട്ടിയാണ് അവർ റവന്യൂ ടവറിൽ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി വന്നുകൊണ്ടിരുന്നത്. വളരെ കുറച്ച് നാളുകളെ ആയിട്ടുള്ളൂ ഒരു ലിഫ്റ്റ് എങ്കിലും പ്രവർത്തിക്കുന്നത്. ബാക്കി 2 ലിഫ്റ്റും പ്രവർത്തനരഹിതമാണ്. അതുകൊണ്ട് തന്നെ ലിഫ്റ്റിന്റെ ഒരു പ്രവർത്തനരഹിതം എന്ന് പറയുന്നത് തന്നെയാണ് ഏറ്റവും മെയിൻ ആയിട്ടുള്ള കാര്യം. പിന്നെ ഇവിടുത്തെ ബാത്റൂമുകളൊക്കെ ചെക്ക് ചെയ്താൽ തന്നെ മനസ്സിലാവും, ഒരു ബാത്റൂം പോലും ക്ലീൻ അല്ല. ജുഡീഷ്യൽ ഓഫീസേഴ്സ് ഉൾപ്പെടെ ഉള്ള കോടതികൾ നിലനിൽക്കുന്ന ഒരു സമുച്ചയമാണ് റവന്യൂ ടവർ എന്ന് പറയുന്നത്. ഇവിടുത്തെ ബാത്റൂമിന്റെ ശോചനീയാവസ്ഥ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ലിഫ്റ്റിന്റെ ഒരു ഇല്ലായ്മ പോലെ തന്നെ ബാത്റൂമിന്റെ ശോചനീയാവസ്ഥ എടുത്തു പറയേണ്ടതാണ്. അവിടുത്തെ ഒറ്റ ടാപ്പുകൾ വർക്കിംഗ് അല്ല. വെള്ളമാണെങ്കിൽ നേരെ ചൊവ്വേ വരത്തില്ല. ഇനി വരുന്നത് പോലും വെള്ളം വരുവാണെങ്കിൽ ടാപ്പ് വർക്കിംഗ് അല്ലാത്തതുകൊണ്ട് തന്നെ ചില സമയത്ത് വരുന്ന വെള്ളം ഇങ്ങനെ പാഴായി പോയിക്കൊണ്ടേയിരിക്കും. ഇതിനിടയ്ക്ക് തന്നെ ഇതിനു മുമ്പ് ഇതിന്റെ കിണറ്റിലെ വെള്ളം മാലിന്യവുമായിട്ട് കലർന്ന ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അത് ഞങ്ങളുടെ അഡ്വക്കേറ്റ്സ് തന്നെ മുൻകൈ എടുത്ത് MP നയനാൻ അഡ്വക്കേറ്റ് ഉൾപ്പെടെ ആൾക്കാർ മുൻകൈ എടുത്ത ആ സമയത്ത് തഹസിൽദാരൊക്കെ വളരെയധികം മുൻകൈ എടുത്തിട്ടാണ് ആ ഒരു പ്രശ്നം പരിഹരിച്ചു പോയത്. അപ്പം ഇതിനകത്ത് ഇപ്പോഴത്തെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ലിഫ്റ്റ് ബാക്കിയുള്ള 2 ലിഫ്റ്റും കൂടെ വർക്ക് ചെയ്യുവാണെങ്കിൽ തന്നെ ഇവിടുത്തെ പല പ്രശ്നങ്ങളും നമുക്ക് മാറ്റാൻ കഴിയും. അതുപോലെ തന്നെ ബാത്റൂമുകളുടെ ഒരു വൃത്തിയില്ലായ്മ. ഇനി കയറി വരുമ്പോൾ തന്നെ അറിയാമല്ലോ ആൾക്കാരെ എത്ര മോശമായിട്ടാണ് ഒരു ടവറിനെ കാണുന്നത് എന്നുള്ളതിന്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ഇവിടെ കയറി വരുമ്പോൾ തന്നെ ഉള്ള ഒരു വൃത്തിയില്ലായ്മ. സെക്യൂരിറ്റി സ്റ്റാഫുകളും മറ്റുള്ളവരും ആവുന്നത്ര അത് വൃത്തിയാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും നമ്മൾ ഈ വരുന്ന സാധാരണക്കാരും കൂടെ അത് ശ്രമിച്ചെങ്കിൽ മാത്രമേ ഒരു റവന്യൂ ടവർ പൂർണ്ണമായും നമുക്കതൊരു വൃത്തിയുള്ള സാഹചര്യത്തിൽ കൊണ്ടുനോക്കാൻ പറ്റത്തുള്ളൂ. വളരെ സന്തോഷം. അപ്പം ഒരു കാര്യം പ്രത്യേകിച്ച് ഇപ്പൊ മേഡം ഓർപ്പിച്ചതുപോലെ തന്നെ ഒരു കാര്യം പ്രത്യേകിച്ച് പറയാനുണ്ട്. നമ്മള് ഇവിടെയുള്ള ജോലിക്കാർ മാത്രമല്ല ഇതിന് അല്ലെങ്കിൽ ബിൽഡിംഗ് ഓണേഴ്സ് മാത്രമല്ല ഇതിന്റെ ഉത്തരവാദികൾ, വരുന്ന പൊതുജനങ്ങളോടെയാണ്. അപ്പം എല്ലാവരും ഇതൊന്ന് ശ്രദ്ധയോടെ വീക്ഷിക്കുക. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് ഞാൻ എത്തുന്നതാണ്. അതുവരെ സൈനിങ് ഓഫ് ബൈ ഡിബിസി.